നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡൽഹി ടാഗോർ ഗാർഡനിലെ സിറോ മലബാർ പള്ളിയിൽ കുർബാന തർക്കം. നിർമ്മൽ ഹൃദയ ഇടവകയിൽ ഞായറാഴ്ച കുർബാന മുടങ്ങി. മാർപ്പാപ്പയുടെ നിർദ്ദേശം പാലിക്കുന്നില്ലെന്നാണ് വിശ്വാസികളുടെ ആരോപണം. പൂർണ്ണതോതിൽ ഏകീകൃത കുർബാന ചൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് നിർമ്മൽ ഹൃദയ ഇടവകയിലെ വിശ്വാസികൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ആവശ്യം വികാരിയോട് പറഞ്ഞിരുന്നുവെന്നും ഇവർ പറയുന്നു. സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന പൂർണ്ണതോതിൽ വേണമെന്ന് കുർബാന തുടങ്ങുന്നതിന് മുൻപ് വിശ്വാസികൾ ഇടവക വികാരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലഭിച്ച നിർദ്ദേശപ്രകാരമേ കുർബാന ചൊല്ലാൻ കഴിയുമെന്ന് വികാരി മറുപടി നൽകിയെന്നും വിശ്വാസികൾ. ഫരീദാബാദ് രൂപതയിലെ ടാഗോർ ഗാർഡൻ ഇടവകയില് ഏകദേശം 2-2.5 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന ക്രമത്തിൽ ഒരു അറിയിപ്പും കിട്ടാതെ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. 2.5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛനും ഇവിടുത്തെ പാരിഷ് കൌൺസിലിനോടും വിവരങ്ങൾ ധരിപ്പിക്കുകയും വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഭരണികുളങ്ങര പിതാവിനെയാണ്, ഭരണികുളങ്ങര പിതാവിന്റെ അടുത്താണ്. ഈ തരത്തിൽ യാതൊരു കാരണവശാലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാനക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള വിവരങ്ങൾ യാതൊരു കാരണവശാലും ഇടവാംഗങ്ങളെയോ രൂപത തലങ്ങളിലോ ഒരു അറിയിപ്പും തരാതെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണത മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് സമാനമായിട്ട് പല പള്ളികളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇടവാംഗങ്ങളെല്ലാവരും ചേർന്നിട്ട് കുർബാന പഴയ രീതിയിലുള്ള കുർബാന ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കുർബാന വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ഇടവാംഗങ്ങളും ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ പരിശുദ്ധ ബലിയർപ്പണത്തില് പ്രശ്നമുണ്ട് എന്നല്ല ഞങ്ങൾ വിശ്വാസികൾ പറയുന്നത്. സിറോ മലബാർ ഫരീദാബാദ് രൂപതയിൽ പരിപൂർണമായിട്ടും സിനഡൽ ബലിയർപ്പണം തന്നെയാണ് നടക്കുന്നത്. അത് ആദ്യകാലങ്ങളിൽ അത് നടത്താതിരിക്കാൻ ശ്രമിച്ചപ്പോൾ വിശ്വാസികൾ തന്നെ മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും മുൻപിൽ നിന്ന ഒരു ഇടവകയാണ് സിറോ മലബാർ സഭയുടെ ടാഗോർ ഗാർഡൻ ഇടവക. അപ്പൊ അന്ന് ഞങ്ങൾ മുൻപോട്ട് നിന്ന് ഈ പരിശുദ്ധ ബലിയർപ്പണം ഇവിടെ മേടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം സിനഡൽ ബലിയർപ്പണം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനഡൽ ബലിയർപ്പണത്തിൽ ഒരു കാര്യമുണ്ട്. തക്സയിൽ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളതാണ് സിനഡിന്റെ സർക്കുലറിൽ പറയുന്നത്. നമ്മുടെ ഈ ഒരു ദേവാലയത്തില് ഇതുവരെയും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് അൾത്താരയിലേക്ക് തിരിഞ്ഞു കുമ്പിടുന്ന ഒരു പാരമ്പര്യമാണ് സുറിയാനി കത്തോലിക്കർക്കുള്ളത്. അത് സിറോ മലബാർ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും സിനഡിനും പൌരസ്ത്യ തിരുസംഘത്തിന് വരെ അറിയാൻ രണ്ടാം വത്തിക്കാൻ കൌൺസിൽ വ്യക്തമായി ഈ ഒരു കാര്യം ഊന്നി പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിലനിൽക്കുക. അപ്പോൾ സുറിയാനി കത്തോലിക്കർ എന്ന നിലയിൽ സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് അൾത്താരയിലേക്ക് തിരിഞ്ഞ് വൈദികൻ ജനങ്ങൾക്കൊപ്പം കുമ്പിടുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. ഇവിടെ ഇപ്പം ജനങ്ങൾ കുമ്പിടുന്നുണ്ട്, പക്ഷെ വൈദികൻ ജനങ്ങളെ നോക്കിയാണ് കുമ്പിടുന്നത്. അപ്പൊ അൾത്താരയിലേക്ക് കുമ്പിടേണ്ട വൈദികൻ ജനങ്ങളെ നോക്കി കുമ്പിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതാരാണ്? അപ്പൊ ഞങ്ങളുടെ വികാരിയച്ചോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് എനിക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തുന്നോ എന്ത് ചെയ്യണമെന്നോ ഇതുവരെയും വ്യക്തമായ ഒരു സർക്കുലറോ സൂചനയോ ഇവിടെ ഇല്ല. ഈ ഒരു ഇടവക ദേവാലയത്തിൽ വളരെ ശാന്തമായിട്ട് ജനങ്ങൾ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ജീവിച്ച് സന്തോഷമായിട്ട് വൈദികരെയൊക്കെ വളരെ റെസ്പെക്ട് ആയിട്ട് ബഹുമാനത്തോടെ കാണുന്ന ഒരു ഇടവക ജനമാണ് ഞങ്ങളുടേത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാന് അത് ഇന്റൻഷനലി പ്രശ്നം ഉണ്ടാക്കുന്നതാണോ എന്ന് ഞങ്ങൾ വിശ്വാസികൾ സംശയിക്കുന്നു. ഇവിടെ സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത് ഒരു മിനിറ്റ് പൂർണ്ണമില്ല, 3/4 മിനിറ്റ് നേരത്തേക്ക് മാത്രം അൾത്താരയിലേക്ക് തിരിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതേ അവസ്ഥയാണ് എറണാകുളത്തെ വിമത വൈദികർ കാണിക്കുന്നത്. അതിവിടെ കോപ്പി ചെയ്യുകയാണെങ്കിൽ അത് ഫരീദാബാദ് വിശ്വാസികൾ അംഗീകരിക്കത്തില്ല. കാര്യം ഇതൊരു പ്രവാസി രൂപതയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ എല്ലാ രൂപതകളിലുമുള്ള വിശ്വാസികളുണ്ട്. അപ്പം നാട്ടില് എല്ലാ രൂപതകളിലും ഇതേ സ്ഥാനത്ത് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം അനുസരിച്ച് സർവാധിപനാം കർത്താവേ എന്ന ഭാഗത്ത് അൾത്താരയിലേക്ക് തിരിച്ചു കുമ്പിടുന്നത് അതിവിടെ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അത് ഈ സഭയിൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഇവിടെ സർവാധിപനാം കർത്താവേ എന്ന ഭാഗത്ത് അൾത്താരയിലേക്ക് വൈദികൻ തിരികുകയും മർത്തോമ കുരിശ് ഞങ്ങളുടെ അവകാശമാണ് അതിവിടെ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം.
നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.